അസ്സലാമു അലൈക്കും. ഇ.കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുനിയിൽ സമാപിച്ചു. ഒരുപാട് ആളുകൾ കൂടിയ നല്ലൊരു പരിപാടിയായിരുന്നു അത്. സാധാരണയിൽ വിഭിന്നമായിട്ട് എല്ലാ പ്രഭാഷകരും വളരെ മാന്യമായി പ്രഭാഷണങ്ങളൊക്കെ നടത്തിയ ഒരു സമ്മേളനം കൂടിയായിരുന്നത്. ഏക സമ്മേളനം എന്ന് പറയാം. കാരണം കഴിഞ്ഞ 90-ാം വാർഷിക സമ്മേളനത്തിലൊക്കെ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള ആളുകളൊക്കെ മറുവിഭാഗത്തെ കുറിച്ചിട്ട് അവരെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്രാവശ്യം വളരെ മാന്യമായി അദ്ദേഹമൊക്കെ വളരെ നന്നായി പ്രസംഗിച്ചു. എന്നാൽ ഒരു ഗർവാപ്പസി അവിടെ ഇതിൻ്റെയൊക്കെ കപ്പിത്താൻ്റെ വക എല്ലാവരും വളരെ ഉഷാറാക്കിയ ഒരു പരിപാടി അവസാനം കൊണ്ട് ഈ കാലട്ടടച്ചു. ഗർവാപ്പസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിരിക്കുന്നുണ്ട്. അതിലൊരു പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മള് ഗർവാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ചിരി ഒരു പരിഹാസ ചിരിയായിട്ട് തോന്നുകയാണ്. അത് നമ്മൾ സ്വയം ചെറുതാകുന്ന ഒരു അവസരമാണ്. ഇപ്പൊ തുടങ്ങിയതൊന്നും നല്ലത്. ഇത് കേരള യാത്ര AP ഉസ്താദ് തുടങ്ങി അന്ന് മുതൽ ഇങ്ങനെ ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്, അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതായത് കേരള യാത്രയിൽ മനുഷ്യർക്കൊപ്പം എന്നായിരുന്നല്ലോ അതിന്റെ പ്രമേയം. അതിനു മുമ്പ് ഇവര് യാത്ര നടത്തിയിട്ടുണ്ടല്ലോ. ഈ ഫ്രീ മുത്തുക്കോയത്തങ്ങൾ യാത്ര നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ പോയി. പക്ഷെ കേരള യാത്ര ജനങ്ങളെ ഏറ്റെടുത്തല്ലോ. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ് ഭയങ്കരമായത്. അപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ പ്രസ്താവന, ഞങ്ങൾ മനുഷ്യർക്കൊപ്പം മാത്രമല്ല മൃഗങ്ങൾക്കൊപ്പം ഉണ്ട്, മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഒപ്പം ഞങ്ങളുണ്ട്. എന്താ ചെയ്യുക? മനുഷ്യർക്കൊപ്പം ആകുന്നതോടുകൂടി അവൻ എല്ലാവർക്കൊപ്പമായി. മനുഷ്യത്വം ഉണ്ടാവലാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ വിഷയം. അതോടുകൂടി അവൻ എല്ലാവരുടെയും ആളായി. അല്ലാതെ നമ്മൾ മൃഗങ്ങൾക്കൊപ്പം എന്ന് പറയാൻ പറ്റൂല. കാരണം മൃഗങ്ങളുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം ആരും വെക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കും ചെയ്യാൻ. അപ്പൊ അന്നൊരു പരിഹാസം കഴിഞ്ഞു. പക്ഷെ അവരെന്തേലും പറഞ്ഞോ? ഒന്നും പറയില്ല. പിന്നെ മറ്റൊന്ന്, കേരള യാത്രയിൽ രാഷ്ട്രീയം പറഞ്ഞു സ്റ്റേജിന്മേന്ന്. കേരള യാത്രയിൽ അങ്ങനെ ആരും ഒന്നും പറയാം. നമ്മളെ സ്റ്റേജിന്മേ ആരും രാഷ്ട്രീയം പറയില്ല. അത് നമ്മളെ സമസ്തന്റെ മികവേ പറയുള്ളൂ. വേറെ എവിടെയൊക്കെയാണ് നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊരു തട്ടാണ്. ഇത് ഈ കേരള യാത്രയുടെ മുമ്പ് നമ്മളൊരു യാത്ര നടത്തിയില്ലല്ലോ. അതിലും പിണറായി വിജയൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മറന്നു. ഇവിടെ ആയപ്പോൾ അത് ഭയങ്കര പ്രശ്നം. അപ്പം അതും ഒരു തട്ട്. അത് പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട് അദ്ദേഹത്തിന്. അതാണ് രസം. അന്ന് കേട്ടോ കണി മുമ്പ് ഓർമ്മിപ്പിച്ചു. നമ്മളെ യാത്രയിൽ ആരോ ചിലര് രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം. രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട് എന്താവട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ കണ്ടോ, ആ ചിരിയിൽ ആണ് പരിഹാസം ഉള്ളത്. നമുക്ക് ഒറ്റക്കോട്ട് തോന്നും, ചിലപ്പോൾ പരിഹസിക്കൊന്നും ആവില്ല, എന്നാലും നമുക്ക് അങ്ങനെ തോന്നിപ്പോവുക. അങ്ങ് ചെറുതാവുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയെ കുറിച്ച് ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തോണ്ടൊന്നല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയൊക്കെ ഉണ്ടാക്കുക. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ്. ഉണ്ടാക്കാൻ പോവുകയാണെന്നാ പറയുന്നത്. അവരുണ്ടാക്കിയിട്ട് 10-40 കൊല്ലം കഴിഞ്ഞില്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അതിന് ഉണ്ടാക്കിയ പോലെ പറയാൻ പോകണമെന്തിനാ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെറുതാവുന്നത് പോലെ തോന്നണം. ഇത്ര നല്ലൊരു പരിപാടി വെച്ചിട്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഗർവാപ്പസിക്ക് കാരണം പറഞ്ഞത് പിരിഞ്ഞു പോയവർ തിരിച്ചു വരണം. കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത പുറത്താക്കിയ കക്ഷികളാണ്. പുറത്താക്കിയെന്ന് അദ്ദേഹം പറയും. അപ്പോൾ നിങ്ങൾ തന്നെ ഐക്യത്തിലായിട്ടില്ല ആ വിഷയത്തിൽ. അപ്പൊ നമ്മളെ സ്റ്റേജിലുള്ള ആളുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്ന ആൾക്കാരാണോ? മുജാഹിദിനെ എതിർക്കുന്ന ആൾക്കാരാണോ? സമസ്ത വിളിച്ചാൽ നമ്മളെങ്ങനെ പോകാതിരിക്കും എന്നാ ചോദിക്കുന്നത്. അതല്ല നമ്മളവിടെ പഠിപ്പിക്കേണ്ടത്. സമസ്ത പോകരുത് എന്ന് പറഞ്ഞുകൊടുത്തേക്ക് നമ്മളെങ്ങനെ പോകും, അതും കൂടി ഉറപ്പിക്കണം. അപ്പോൾ ആദ്യം സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ അതൊന്ന് ക്ലിയർ ആക്കിയാൽ നമ്മൾ അപ്പുറത്തേക്ക് പിന്നെ കിടക്കാറോ. അതാണ് നല്ലത്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളപ്പം നിങ്ങളുടെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്? അവിടെ എന്താ പരിപാടിന്ന് ഒരു സെറ്റപ്പും ഇല്ലാത്ത പരിപാടി. അതായത് പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാന് പുറത്തുനിന്ന് ആളുകൾ പ്രഭാഷണത്തിന്
ടൈം നിശ്ചയിച്ചു കൊടുക്കുക. ആദ്യം 45 മിനിറ്റ് കൊടുത്തത്ര, പിന്നെ അത് 30 ആക്കിയത്ര, പിന്നെ അത് 15 മിനിറ്റ് ആക്കിയത്ര. മൂപ്പരാണെങ്കിലോ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും. ഞാൻ പറയല്ല എന്ന് അദ്ദേഹം പറയുന്നേ. അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണം ഒരുപാട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ ഇവിടെ ടൈമില്ല. എന്നോട് ആദ്യം പറഞ്ഞത് 45 മിനിറ്റാണ്, പിന്നീട് പറഞ്ഞത് 40 മിനിറ്റാണ്, പിന്നീട് പറഞ്ഞത് 30 മിനിറ്റാണ്, ഇപ്പോൾ പറഞ്ഞത് 15 മിനിറ്റാണ്. ഇങ്ങനെ അതേസമയത്ത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനും ആണ്. കേട്ടല്ലോ, ഇപ്പൊ എന്താണ് സെറ്റപ്പ്? ഇതാണ് സെറ്റപ്പ്. എന്തുകൊണ്ടാണ് ഈ സെറ്റപ്പ് ഇല്ലാതായത്? ഇങ്ങനത്തെ ഒക്കെ നടത്തിപ്പുകാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, പ്രോഗ്രാം കമ്മിറ്റിന്റെ പ്രധാനികളായ ആളുകൾ, മാലക്കെട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ പരിപാടിക്ക് കൂടി. അവർക്ക് തന്നെ ഇവിടെ ഒരു പിടുത്തമില്ലാന്ന്, അവർക്ക് തന്നെ ഒരു പിടുത്തമില്ലാന്ന്. അതിന്റെ പ്രോഗ്രാം കമ്മിറ്റിന്റെ പ്രധാനികളായ ഒരാളോട് ഒരു ചാനലുകാരൻ പോയി ചോദിക്കണോ കണികൾ. നമ്മോടൊപ്പം ബഹുമാനനായ ഈ നഗരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ SKSFന്റെ ബഹുമാനനായ NP അഷ്റഫ് അവറുകളുണ്ട്. അവരുമായിട്ടൊന്ന് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെ ഇവിടുത്തെ നഗരിയെ കുറിച്ചും എന്തെല്ലാമായി എന്ന് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറയാം. അറിയില്ല, പഠിച്ചിട്ടില്ല. അറിയില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കൂടുതൽ നമുക്ക് പിന്നെ വിശദാംശത്തിലേക്ക് പോവാം. അസർപ്പിനോടാ ചോദിച്ച, അസർപ്പിന്റെ ഒരു പിടുത്തല്ല, എനിക്കറിയില്ല, ഞാനതേ കുറിച്ച് പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ചെയർമാന് സമയം കിട്ടുക? അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിന്റെ സംഘാടകരെ കോലം. ഇനി നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഒരു പണ്ഡിതന്റെ മുഖത്ത് വേറെ പണ്ഡിതനെ അടിക്കുക. അഭിമാനം അതെല്ലാ മനുഷ്യന്റെയും വലിയ പ്രശ്നമാണ്, എത്ര ചെറിയവനായാലും. ഇപ്പോൾ അത് നിങ്ങളെ ലൈവ് വീഡിയോയിൽ ഇപ്പോൾ അത് ഓൾറെഡി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് കാണും, ഉമ്മ അത് കാണും, മക്കളുണ്ടെങ്കിൽ മക്കളത് കാണും, തലമുറകളായിട്ട് അത് കാണും. ആ അപമാനം അദ്ദേഹത്തിന് ഇനി മറക്കാൻ കഴിയുമോ? നോക്കുകയാണെങ്കിൽ കണ്ടോ? എന്നിട്ട് വേണ്ടേ നമ്മൾ ഇതൊക്കെ ശരിയാക്കിയിട്ട് വേണ്ടേ നമ്മൾ അപ്പുറത്തേക്ക് പോയി പറയാൻ. പിന്നെ എന്തൊക്കെ പരാതികളാണ് നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങൾ സമ്മേളനത്തിന്റെ പരസ്യമായ മൈക്കിലൂടെ പറയാൻ പാടില്ലായിരുന്നു. അപ്പം ഞാനൊക്കെ അറിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, വരാത്ത ഞാൻ വരെ ഇപ്പോൾ അറിഞ്ഞു. അതിഥികൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടായില്ല, ക്ഷണിക്കാത്ത ആളുകൾ സ്റ്റേജമ്മ കയറി, പിന്നെ ഡ്രൈവർമാരൊക്കെ സ്റ്റേജമ്മ കയറിയിരുന്നു. ഇതൊക്കെ ആരാ പറയണത്? ഇതിന്റെ കപ്പിത്താനതൊക്കെ വിളിച്ചു പറയണതേ. അതിഥികൾ, ഓരോ അതിഥികൾക്കും അവരുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അതനുസരിച്ച് നിൽക്കാൻ പാടുള്ളൂ. ഇപ്പൊ കണ്ടില്ല, സ്റ്റേജ് എല്ലാവരും കയറുക. ഇപ്പൊ നാളെ മുഖ്യമന്ത്രിമാരും മറ്റുള്ളവരൊക്കെ പങ്കെടുക്കുന്ന സ്റ്റേജാണ്, അതിന് എല്ലാവരും കൂടി കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഇവിടെ അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ നമ്മൾ തീരുമാനിക്കാൻ പോണത്. കാരണം ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു നേതാവോ വരുമ്പോൾ അയാളൊപ്പം പിന്നെ പ്രസിഡന്റും ഡ്രൈവർ വന്ന് കണ്ട സ്റ്റേജ് വന്നിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റൂല. ക്ഷണിക്കപ്പെടാത്തോട് സ്റ്റേജിൽ കയറുക. അപ്പൊ അതൊരു രൂപരേഖ ഉണ്ടാക്കും. അതൊക്കെ ഇപ്പം അതിനൊക്കെ ഇപ്പം തീരുമാനം ഉണ്ടാക്കും. എപ്പോൾ? ആ സമയത്തെ. ഇതിന് പ്രോഗ്രാം കമ്മിറ്റി നോട്ടീസൊക്കെ എത്ര ദിവസം മുമ്പ് സെറ്റപ്പ് ആക്കണം അല്ലേ? എന്നിട്ട് അതിനിപ്പോൾ തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് പോവുക പരിപാടിൻ്റെ ആ ടൈമിൽ. പേരില്ലാത്ത ആൾക്കാർ സ്റ്റേജിൽ ഇരിക്കുക. അത് ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ കണി. പാണക്കാടത്തെ ചില തങ്ങന്മാരെ പേരൊന്നും നോട്ടീസിലില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രോഗ്രാമിൽ മൂപ്പര പേരില്ലാത്തതുകൊണ്ട് ഞാൻ മൂപ്പരെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ബഷീർ അലി തങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി വിളിച്ച് പറയാ. അപ്പോ ഒരു റേഷൻ കാർഡും എല്ലോലൊക്കെ പാടെ ഒരു കുടുംബത്തിൽ പെട്ടാണ് വിചാരിച്ച് സ്റ്റേജ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതൊന്നുമില്ലല്ലോ. അതിലൊരു പ്രധാനം ഉണ്ടാകുമ്പോൾ അവരെ പോരെ. അങ്ങനെ ഇപ്പോൾ റേഷൻ കാർഡും വല്ല എല്ലാ മനുഷ്യന്മാരും സ്റ്റേജിന്മേൽ കൊണ്ടുവന്നിരുത്തിക്കുക. പുറത്തില്ലാത്ത ആൾക്കാർ സ്റ്റേജിന്മേട്ട്. എന്നിട്ടോ വലിയ മുഖ്യ പ്രഭാഷകനായ തങ്ങളുപ്പാപ്പ പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ ഇങ്ങനെ അന്തം മുട്ടാതെ സ്റ്റേജിൽ കൂടിയാണ് നടക്കണം. നോക്കുകയാണെങ്കിൽ പൂരപ്പറമ്പ് കൂടി നടക്കണം മാതിരി നോക്കുകയാണെങ്കിൽ. വിദേശ പ്രതിനിധികൾ, ഇവിടെ കൂടിയ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കണ്ടോ? മുഖ്യ പ്രഭാഷണം നടക്കുമ്പോഴാണ് ഈ അലങ്കോലായിട്ട് നടക്കുന്നത്. സ്റ്റേജിന്മേത് പുറത്തല്ല, കടല കച്ചവടം ചെയ്യല്ല പുറത്ത്, സ്റ്റേജിന്മേ. മുഖ്യ പ്രഭാഷണം എന്ന് കേട്ടോക്കെ നമ്മൾ എന്താ അപ്പം അതിൻ്റെയൊക്കെ ക്വാളിറ്റി. നിങ്ങൾ ആ തങ്ങളെ വഷളാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആൾക്കാരുടെ ഇടയിൽ വഷളാക്കരുത്. മുമ്പ് ഇതേമാതിരി പരിപാടിയൊക്കെ അത് ഉയർന്ന് അല്ലേ, ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് തോന്നുന്നത് അല്ലേ, ഒരു ഫർജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അല്ലേ, ഇത് ഉയർന്നപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതൊരു മോശമൊന്നുമല്ല. അതിപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ അറബി കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കരുത്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ വിഷയങ്ങൾ എഴുതി കൊടുത്തിട്ട് അറബി
കൊളാക്കാൻ നിൽക്കുകയും ചെയ്തു. ഒന്ന് നോക്കാം നിങ്ങൾ. ഒരു സദസ്സിലെ മുഖ്യ പ്രഭാഷകനാണ് അദ്ദേഹം. ഇതിലും വലിയൊരു പ്രഭാഷണമല്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണം അപ്പൊ ഈ കേൾക്കണം. من تفقه ولم يتصوف فقد تفسق ومن تصوف ولم يتفقه فقد تصدق ومن جمع بينهما فقد تحقق. ചുരുക്കി പറഞ്ഞാല് അറബി പറയണ്ടല്ലോ, അതിനെ മലയാളം പറഞ്ഞാൽ മതിയല്ലോ. അങ്ങക്ക് അറബി കൃത്യമായിട്ട് അറിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം, എല്ലാ ജനങ്ങൾക്കും ഇപ്പം അതറിയാം. ഹൈദരലി ശിഹാബ് തങ്ങൾ പണ്ഡിതനായിരുന്നു. പക്ഷെ അങ്ങ് പണ്ഡിതനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ. പിന്നെ ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ഇങ്ങനത്തെ അതും തന്നെ ഇയാതി വാക്കുകളൊക്കെ എടുത്തുകൊണ്ട് സംസാരിക്കാൻ പോണം, കടുകട്ടിയ വാക്കുകൾ. അപ്പോൾ ഇതാണ് SSF എന്നൊക്കെ പറയുന്നത് ലഫ്ള് വായിച്ചിട്ട്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി SSF എന്നൊക്കെ പറയണ മാതിരി. നമ്മളിത് കുറ്റപ്പെടുത്തുന്നല്ല, സ്വന്തം പരിപാടികൾ വളരെ ഗംഭീരമാക്കാൻ നോക്കുക എന്നല്ലാതെ മറ്റുള്ള പരിപാടികൾ എങ്ങനെ നടക്കുന്നു, ആര് നടത്തുന്നു, അവർ അഖിലേന്ത്യ ഉണ്ടാക്കിയോ, അതൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയോലെ കുറ്റപ്പെടുത്താൻ നടക്കണ്ടല്ലോ. അതും വലിയ വലിയ ആൾക്കാരാണെന്ന് പറയപ്പെടുന്ന ആൾക്കാർ. പിന്നെ ഇപ്പം അങ്ങ് പറഞ്ഞു ഇതൊക്കെ സമസ്തൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും നമ്മളെ സമസ്തൻ്റെ ആൾക്കാരൊന്നല്ല, അവിടെ പുറത്തത്തെ ആൾക്കാരുണ്ട്. അപ്പം നമ്മളങ്ങനെ കണ്ണടച്ചിട്ട് അങ്ങനെ പറയരുത്. അത് അവരില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം പാടെ വിളിച്ച് പറയരുത്. അവിടെ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടേക്ക് വാഹനം പതാക കെട്ടി വരെ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സമസ്തയോട് അവർക്ക് കൂറുണ്ടാവും, പക്ഷെ അവർ നമ്മൾ പറഞ്ഞ് മാത്രം കേൾക്കുന്ന ആൾക്കാരെന്നാണ് വിചാരിക്കരുത്. അവരിപ്പോൾ അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ നമ്മളെ വോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച രാഷ്ട്രീയക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടേ. അപ്പം നമ്മൾ അങ്ങനെ എല്ലാവരും നമ്മളെ ആൾക്കാരെന്ന് നമ്മളെ പറയരുത്. അള്ളാഹു നമ്മൾക്ക് പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു തൗഫീഖും ഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.